കല്യാണത്തിന് മുന്നേ ഞങ്ങൾ റൂം എടുത്തതാണ് പ്രശ്ന വിഷയമായിട്ട് ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷമാറായി, ഒരു കുട്ടിയായി, അന്ന് റൂം എടുത്താണ് ഇന്നത്തെ പ്രശ്നം. ഞങ്ങള് കല്യാണത്തിന് മുന്നേ റൂം എടുത്തിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് വ്ളോഗ് ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവരൊക്കെ എന്താ ഇങ്ങനെയൊക്കെയുള്ള ഒരു വൾഗർ കണ്ടന്റുമായിട്ടൊക്കെയാണ് ലെവൽ വന്നിരിക്കുന്നത്. അവർ ചെയ്തോട്ടെ എന്നല്ല, ഓക്കെ, അവർ ചെയ്ത കാര്യങ്ങളായിരിക്കാം. എന്നിരുന്നാൽ പോലും അവർ പണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതായിരിക്കാം. പക്ഷെ അതൊക്കെ ഈ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ അതൊരു പുതുതായിട്ട് വന്നിരിക്കുന്നു പൊന്നൂസ് വ്ളോഗിൻ്റെ കുറച്ച് വിവാദങ്ങളും പ്രശ്നങ്ങളും. അത് നമുക്ക് ഓരോന്നോരോന്നും കണ്ടു നോക്കാം. കല്യാണത്തിന് മുന്നേ ഞങ്ങൾ റൂം എടുത്തതാണ് പ്രശ്ന വിഷയമായിട്ട് ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷമാറായി, ഒരു കുട്ടിയായി, അന്ന് റൂം എടുത്താണ് ഇന്നത്തെ പ്രശ്നം. അല്ല പൊന്നൂസേ, അപ്പോൾ കല്യാണത്തിന് മുമ്പ് റൂം എടുത്ത കാര്യം എങ്ങനെയാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നത്? ഇത് ആര് മുഖാന്തരമാണ് ഇത് പുറത്തേക്ക് വന്നത്? അല്ല, കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ റൂം എടുക്കണത് തെറ്റോ ശരിയോ? ചിലരെ ഇതിൽ ചിലപ്പോൾ ശരിയായിരിക്കും, ചിലവരതിൽ തെറ്റായിരിക്കും. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നത്? നിങ്ങൾ റൂം എടുത്തില്ല, അതൊന്നും നമ്മളെ വിഷയം കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പൊക്കെ നിങ്ങൾ കൊണ്ടുവരുമ്പോഴല്ലേ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഞങ്ങൾ പറയണവരൊക്കെ എന്തായി, നെഗറ്റീവ് പറയണവരായി. അത് നിങ്ങൾ ചെയ്തതൊന്നും തെറ്റൊന്നുമല്ല എന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങൾ റൂം എടുക്കണ്ടെന്നൊന്നും നമ്മൾ പറയുന്നത്. കല്യാണത്തിന് മുമ്പ് റൂം എടുത്തില്ല, അത് നിങ്ങളെ കാര്യങ്ങൾ, നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ. ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാ ഈ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താ? കല്യാണത്തിന് മുന്നേ റൂം എടുത്തിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം റൂം എടുത്തിട്ടുണ്ട്. അതൊന്നും ഇല്ല, കല്യാണം പറയണമില്ല. ചെയ്ത് ശരിയാണെന്നും പറയില്ല, ചെയ്ത് തെറ്റ് തന്നെയാണ്. തെറ്റൊന്നല്ല നമ്മൾ പറയില്ല, ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ പ്രായത്തില് ഒരുപാട് പേര് ചെയ്യണ കേസ് തന്നെയാണ്. ചെയ്ത കാര്യം തെറ്റാണെന്ന് ഇപ്പോൾ സമ്മതിച്ചുകൊള്ളു. തെറ്റ് തന്നെയാണെന്ന് ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ചെയ്ത കാര്യം തെറ്റ് തന്നെയാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെ. എന്നിട്ട് ആ ചെയ്ത തെറ്റ് വീണ്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് പറയണത് അത് അതിനേക്കാൾ വലിയ തെറ്റല്ലേ? ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്താണ്? റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ തന്നെയല്ലേ? നിങ്ങൾ ചെയ്തത് തെറ്റ്, അത് ഓക്കെ, അത് നിങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ പിന്നെയും ന്യായീകരിച്ചും കൊണ്ട് നിങ്ങൾ വീണ്ടും വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണം. അതും തെറ്റ് തന്നെയല്ലേ? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാതും തെറ്റായി. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ ചെയ്യണത്, ഒരുപാട് പേരുകൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഫ്രണ്ട്സുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്നവരൊക്കെ എന്താ ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഡിങ്കിൾ ഡോൾഫി മറ്റാൾ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെന്താ ഇപ്പോൾ നമ്മൾക്കും ചെയ്താൽ എന്നല്ലേ ബാക്കിയുള്ള കുട്ടികളൊക്കെ, അല്ലെങ്കിൽ ഇത് കണ്ട് വളർന്ന് വരുന്ന കുട്ടികളൊക്കെ ചിന്തിക്കുക. ഞാൻ ഒരു കാര്യം മറ്റേ ഞാൻ റൂം എടുത്തിട്ട് സമ്മതിച്ചു ഇല്ല എന്ന് ഞാൻ പറയില്ല. ആ എടുത്ത ആളിനെ ഞാൻ കിട്ടിയിട്ടുള്ളൂ. അത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത്. ഇല്ലാതെ റൂം എടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബെസ്റ്റിന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം, എന്റെ പരിചയത്തിലും ഉണ്ട്. അപ്പൊ അതൊന്നല്ല ലൈഫ്. കാരണം കാര്യം കഴിഞ്ഞിട്ട് മൂടും തട്ടി പോണല്ല ലൈഫ്. കാരണം നമ്മൾ ലൈഫ് തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ അത്ര ഓക്കെ ആയി, നമ്മള് എന്താ പറയാ, നമ്മള് ഫുള്ള് ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ എല്ലാ ലൈഫും തെരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെ ഓക്കെ ആയതിനു ശേഷം മാത്രം തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ. അല്ലാതെ ഒരിക്കലും ന്യായീകരിക്കല്ല കേട്ടോ. കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് അപ്പൊ എന്റെ പൊന്നു ചങ്ങാതി, അപ്പൊ എല്ലാം അറിയും എന്നുള്ളതിലാണ് അപ്പൊ അതൊക്കെ നീ ചെയ്യണത്. അതായത് ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂടും തട്ടി പോണ ഒരുപാട് ആൾക്കാരെ നിനക്കറിയാം. ഞങ്ങളിത് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. ഒക്കെയാണെന്ന് നീ പറയണത്. ഓക്കെ, ശരി, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, യോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ശരി എന്ന് തന്നെ ഞാനും പറയണത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് നിങ്ങൾ വിളമ്പുന്ന കാര്യമുള്ളൂ ഇപ്പോൾ നമ്മൾ അതിനെതിരെയുള്ളൂ നമ്മൾ എതിർക്കണത്. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയണം, അതായത് ഇത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂടും തട്ടി പോണ ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ കല്യാണം കഴിച്ചിട്ടും കാര്യങ്ങൾ എന്താണ് ഡൈവേഴ്സായി പോണൊരു ഇഷ്ടം പോലെ അല്ലേ? ഇതുപോലെ തന്നെ റൂമൊക്കെ എടുത്തതിന് ശേഷം എല്ലാം സംഭവിച്ചതിന് ശേഷം കല്യാണം കഴിക്കുന്നവരുണ്ട്. കല്യാണം കഴിച്ച് ചിലപ്പോൾ 6 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ടും കാര്യം തീർത്ത് അല്ലെങ്കിൽ ഡൈവോഴ്സായി പോണവർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ മൂടും തട്ടി പോണവരും ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമ്മൾ ആ പ്രായത്തില് ഒരുപാട് പേര് ചെയ്യണ കേസ് തന്നെയാണ്. ഞങ്ങളൊന്നും വച്ചിട്ട് ഞങ്ങൾ മാത്രം കുറ്റപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്കറിയാം, എൻ്റെ ചുറ്റും ചെയ്യണവരെന്നെ നമുക്കറിയാം. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ ഒരുമിച്ച് റൂം എടുത്ത് ട്രിപ്പ് പോകുന്നവരുണ്ട്, ബെസ്റ്റുകൾ റൂം എടുക്കുന്നവരുണ്ട്, ലവേഴ്സ് റൂം എടുക്കുന്നവരുണ്ട്. പിന്നെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ്
ഭർത്താവ് ഉണ്ടായിട്ടും കാമുകന്റെ കൂടെ പോയി റൂം എടുക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അല്ലാതെ ഞങ്ങൾ മാത്രമല്ലല്ലോ അത് ആദ്യമായിട്ട് ഈ കേസ് ചെയ്തവര്. എൻ്റെ പൊന്നൂസേ, എൻ്റെ പൊന്നു ചങ്ങാതിയെ, ശരിയാണ്, ഇത് ലോകത്ത് നടക്കണ ആദ്യത്തെ സംഭവം എന്നല്ല. അതായത് ഒരുപാട് ആൾക്കാർ റൂം എടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കാമുകൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ കാമുകൻ്റെ ഒപ്പം പോകുന്നുണ്ട്, ഭർത്താവ് അറിയാതെ പോകുന്നുണ്ട്, ഭർത്താവ് ഭാര്യ, അങ്ങനെ പലതും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞവരും കഴിയാത്തവരും ഒക്കെ റൂം എടുത്ത് എന്താണ് ലോഡ്ജുകളിൽ കൂടി റൂം എടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട്. ശരിയാണ്, ഇവരൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊന്നും ഇങ്ങനെ വന്നിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കലില്ല. ആരെങ്കിലും വന്ന് സംസാരിക്കുന്നത് കണ്ടുക്കണോ? ഇങ്ങനെ ഞങ്ങൾ റൂം എടുത്തു കല്യാണത്തിന് മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് റൂം എടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കുന്നത് കണ്ടുക്കണോ? കണ്ടിട്ടില്ല. അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ പറയണത്. പിന്നെ നിങ്ങളെ തന്നെയല്ലേ ഉള്ളൂ കുറ്റം പറയാം. വേറെ ആരും ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പം നിങ്ങളിത് എടുത്ത് വന്ന് പറഞ്ഞു, അപ്പം നിങ്ങളെ കാരണം കുറ്റം പറഞ്ഞു. അല്ലാതെ ഇപ്പം നിങ്ങൾ അതിന് ഞങ്ങളോട് മാത്രം എന്താ ഇങ്ങനെ പറയണത്, ഞങ്ങൾ ചെയ്തത് മാത്രം എന്താ തെറ്റെന്നൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് നിങ്ങളെ തന്നെ സമ്മതിക്കുകയും ചെയ്തേക്കണു. പിന്നെ ആ ചെയ്ത കാര്യങ്ങൾ പബ്ലിസിറ്റിക്ക് വന്നിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കണു. അതിനെ എതിർത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തി പറയണത് പോലെ അല്ലേ. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ റൂം എടുത്തു, 2 വർഷമായി, ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് പോകണു, അങ്ങനത്തെ കാര്യം നിങ്ങൾ തന്നെ വീണ്ടും ഈ ഒരു വീട്ടിൽ എത്ര വട്ടങ്ങൾ പറഞ്ഞു. ഞങ്ങൾ റൂം എടുത്തു, കല്യാണത്തിന് മുമ്പ് റൂം എടുത്തു, 2 വർഷമായി, കല്യാണത്തിന് മുമ്പ് റൂം എടുത്തു, 2 വർഷമായി. നിങ്ങൾ തന്നെ അത് എടുത്തെടുത്ത് പറയണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ റൂം എടുത്തതും പിന്നെ റൂമിൽ അടുത്ത ഡിങ്കോ ഡോൾഫി കാര്യങ്ങളൊക്കെ അതൊക്കെ ഒക്കെ കഴിഞ്ഞു. ശരി, കല്യാണം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, പിന്നെ അതിലങ്ങനെ കുട്ടികളുണ്ടായി, ആ കുട്ടികളങ്ങനെ വളർന്ന് വലുതായി, നമ്മളെ ഏകദേശം പ്രായമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിച്ചു. നമ്മളെ ലെവലിലേക്ക് എത്തി അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും ഇതേമാതിരി, അപ്പോൾ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്കുണ്ടായത് ആ കുട്ടികൾ ഇതേമാതിരി കല്യാണം നിശ്ചയിച്ചിക്കണോ എങ്ങനെയൊക്കെ ചെയ്തിക്കണമെങ്കിൽ ആ കുട്ടീനോട് വല്ല റൂമുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടും ഇതേമാതിരിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് അതിലൊരു വകുപ്പുമില്ല, ഒരു റൂളുമില്ല നമുക്കത്. അതായത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമല്ല. കാരണം എന്താ വെച്ചാൽ ഈ വളർന്നു വരുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുകയാണ്. നിങ്ങളെ കുട്ടികളാണെങ്കിലും ഇനി മറ്റുള്ള കുട്ടികളാണെങ്കിലൊക്കെ ഇത് കണ്ട് വളർന്നു വരുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങളിത് ചോദ്യം ചെയ്യുകയാണ്, ആ കുട്ടിയോട്, സ്വന്തം കുട്ടിയോട് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പണ്ട് ഇത് ചെയ്തതല്ലേ എന്നുള്ളത് നിങ്ങളോട് എന്താണ് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് തിരിച്ചു ചോദിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മറുപടി ഉണ്ടാകുക? നിങ്ങൾ ചെയ്ത കാര്യം തന്നെയല്ലേ ഞങ്ങളും ചെയ്യണത്, പിന്നെ എന്തിനാ അതിപ്പോൾ നിങ്ങൾ എതിർക്കാൻ വരുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഇതിലുള്ളത്? അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. എന്ത് കാര്യങ്ങൾ ചെയ്യണതൊക്കെ എന്താണ്, അത് പബ്ലിക്കാക്കാതെ നിങ്ങൾ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കുക. അത് പബ്ലിക്കിൻ്റെ മുമ്പ് കൊണ്ടുവരണ്ട. പബ്ലിക്കിൻ്റെ മുമ്പ് കൊണ്ടുവരുമ്പോഴല്ലേ ഉള്ളൂ അതിനെതിരെ കുറേ എതിർപ്പും കാര്യങ്ങളും അതിനെതിരെ കുറേ കമൻറ്റുകൾ വരുന്നതും ഒക്കെ വരുന്നത്. അത് നിങ്ങൾ ഒരുപാട് രഹസ്യമുള്ള കാര്യങ്ങൾ അത് രഹസ്യമായിട്ട് തന്നെ വെക്കണം. അത്രേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തോ ചെയ്തോ, റൂം എടുക്കുക, റൂം എടുക്കാതിരിക്കുക, റൂം മറിച്ചിടുക, പൊളിച്ചിടുക, എന്താണെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. അതൊന്നും നമ്മളെ വിഷയങ്ങളല്ല. പക്ഷേ ഇതിങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യും, നമ്മളൊക്കെ എതിർത്തിട്ടോ ഒക്കെ സംസാരിക്കും.